നമുക്ക് ലോണും ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ശരി, താത്താമാർ ഒരു പ്രശ്നവുമില്ല, ലോൺ എടുക്കില്ല, ഒന്നും ചെയ്യൂല, പലിശ തിന്നേയില്ല, ഒന്നും ചെയ്യൂല. പിന്നെ ഒരൊറ്റ പരിപാടിയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൈ കിടക്കുന്ന വളം എടുത്തുകൊണ്ട് ബാങ്കിൽ വെച്ച് പണയം വെക്കും. അത് മാത്രമേ ഉസ്താദ് ഞങ്ങൾ ചെയ്യാറുള്ളൂ. അതിനെന്താ കുഴപ്പം? നമ്മൾ പലിശ തിന്നുന്നില്ല, അങ്ങോട്ട് കൊടുക്കുമല്ലേ. എന്നിട്ട് താത്ത മുസാഫ് കൈ പിടിച്ചോണ്ട് ദുആരക്ക് നാടിയാടി ദുആരക്ക് ഒരു ദുആയും എന്റെ പൊന്ന് സലീന താത്ത സ്വീകരിക്കൂല. എന്താ കാരണം? മോതിരം സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, വള സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, സൊസൈറ്റി ഇരിക്കുന്നു. 2000 രൂപയ്ക്ക് വെച്ച സാധനം തിരിച്ചെടുക്കണമെങ്കിൽ 3000. അതിന്റെ എന്താ ആവശ്യം? അപ്പൊ 1000 രൂപ എന്താ? ഏത് വകയിൽപ്പെട്ടതാ? ഏത് വകയിൽപ്പെട്ടതാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅനല്ലാഹു ആകില റിബാ വമൂകിലഹു ഐ ആഖിറഹു വമുഅതി. പലിശ വാങ്ങലും കൊടുക്കലും ശിക്ഷയാണ്. ഇങ്ങോട്ട് വാങ്ങിയാലും നീ പണയം വെച്ചിട്ട് പലിശ അങ്ങോട്ട് കൊടുത്താലും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് പോലും ചൊല്ലാൻ നമുക്ക് മടി. കാരണം എന്താ? ഓ, ഇങ്ങനെയാണ് ഇനി ജീവിച്ചിട്ട് വലിയ കാര്യം. ഇനിയിപ്പോ സലാത്തിലോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തിനാ വേറെ ജോലിയൊന്നുമില്ലേ? ഞാൻ ആരാടെ പ്രസംഗിക്കാൻ വിളിച്ചത്? മനുഷ്യനെ മൊത്തം ജീവിക്കാൻ സമ്മതിക്കൂല ഇവിടെ. ചെറുപ്പക്കാർക്ക് നാളെ അടിയുള്ള റെഡിയായിട്ടിരുന്നു. ദീനിന്റെ കാര്യം പറയുന്നതിന് ഇപ്പൊ നമ്മളെ പേടിക്കേണ്ട കാര്യം എന്താ അല്ലേ? എന്റെയും കൂടെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വലിയ ആളൊന്നും അല്ലല്ലോ. പക്ഷെ അള്ളാന്റെ റസൂലിന്റെയും ദീനിന്റെ കാര്യം ഖുർആനിലും അതീതിലും അങ്ങ് ഇരുന്നാൽ മതിയോ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? നമുക്ക് മനസ്സിലാക്കണം. ഇത്ര നാളും ചെയ്തത് പോട്ടെ, ഇനി തൗബ ചെയ്യാലോ. ഏത് ഇനിയെങ്കിലും തൗബ ചെയ്യാലോ അല്ലേ? ചെയ്തൂടെ? അതാ നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് പറയാതിരുന്നാലോ? ഇത് പറയാതിരുന്നാൽ നാളെ വീണ്ടും കൂടെ കൊണ്ടുപോയി രാവിലെ തിരുവനന്തപുരം വരെ പോകണം, പൈസ ഇല്ല, ഒരു മോതിരം ഇരിപ്പുണ്ട്, അത് കൊണ്ട് വെച്ചിട്ട് പണയം വെച്ചിട്ട് വീണ്ടും പോകും. ഹജ്ജിനും ഉംറക്കും വരെ പോകാൻ പണയം വെച്ചിട്ട് പോകും. ഹജ്ജിനും ഉംറക്ക്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് പണ്ട് ഇരിപ്പുണ്ട്, വടക്കുന്ന് വെച്ചതാ, പണ്ട് ഇരിപ്പുണ്ട്, സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് പണയപ്പെടുത്തണം, ഭർത്താവ് അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല, അത് പണയപ്പെടുത്തിട്ട് ഉംറക്ക് പോകാവോ? ഞാൻ പറഞ്ഞു അത് ഹറാം. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളി, ഒരു വിഷയം വരുമ്പോൾ തൊട്ടടുത്ത വിഷയത്തിലേക്ക് പോവാ, പറയാതിരിക്കുന്ന അങ്ങനെ. ഹജ്ജിന് പോകുമ്പോ നമ്മൾ ദ്വാരക്കാറുണ്ട്, മഖബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ അല്ലാ. അല്ലാഹുവേ, എന്റെ വാപ്പയുടെ ഹജ്ജ്, എന്റെ ഉമ്മയുടെ ഹജ്ജ്, അത് മഖബൂലാക്കണേ അല്ലാ, മബ്റൂറാക്കണേ അല്ലാ. ഉസ്താദ് ഹജ്ജ് യാത്രയ്ക്ക്, ഹജ്ജ് കല്യാണം ഉണ്ടല്ലോ, ഹജ്ജ് കല്യാണം, ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കല്യാണം നടത്തുമല്ലോ വീട്ടില്. അപ്പൊ ആ ഹജ്ജ് കല്യാണത്തിന് പോയിരുന്ന് ദുആ ഇറക്കാറുണ്ട്. ആ ദുആ എന്താ ചെയ്യാ? അല്ലാഹുവേ, ഹജ്ജ് മഖബൂലും മബ്റൂറുമാക്കണേ അല്ലാ. ഹജ്ജ് കല്യാണം എന്ന് പറയുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട. ഈ പൊടി പൊടിച്ച് നാട്ടുകാരെ മുഴുവനും ബാക്കി ചാപ്പാടും കൊടുത്ത് ഈ ആഡംബരം കാണിച്ചിട്ട് ഹജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ ആ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി പൈസ ഒരു കെട്ടെടുത്ത് വെച്ചിട്ട് ഒരു 1000-2000 റുപ്യ ഓരോ വീട് തോറും കയറി ഇറങ്ങിയിട്ട് രഹസ്യമായിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ദുആ ചെയ്യും, ഞാൻ ഇതുപോലെ ഹജ്ജിന് പോകണം, നമ്മുടെ ഭാഗത്ത് എന്തായാലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാപ്പാക്കണം, അള്ളാഹു നമുക്കൊക്കെ നല്ല കൂലി തട്ടെ, നല്ല ദുആ ഇരുന്നിട്ട് അങ്ങനെ പോകും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രസക്തി കിട്ടോ? പാവപ്പെട്ട സഹോദരി തൊട്ടയൽവക്കത്ത് പട്ടിണി കിടക്കുകയാ. തന്റെ മക്കളൊക്കെ നല്ല ബുദ്ധിയുണ്ട്, പഠിപ്പിക്കാൻ പൈസ ഇല്ല, യൂണിഫോമിന് കാശില്ല, പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാൻ പറ്റൂല, അവിടെ കടം കയറിയിരിക്കുകയാണ്, പട്ടിണി കിടക്കുന്നു. പച്ചവെള്ളവും പേരക്കായും തിന്നിട്ടാ മക്കൾ സ്കൂളിൽ പോണത്. അവന്റെ വീട്ടിൽ പോയിട്ട് ഒരു 2000 റുപ്യ നീ കൊണ്ട് കൊടു, അല്ലെങ്കിൽ നീ ഒരു കരി എടുത്ത് കൊടു, അൽഹംദുലില്ലാഹ് ഞാനൊരു നല്ല വഴിക്ക് പോവാണ്, ദുആ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് സന്തോഷമുണ്ട്. അത് ചെയ്യുവോ? അതോടെ സൂക്ഷിച്ച് അള്ളാഹെ ഭയപ്പെട്ട് ജീവിക്കും. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയം, എന്റെ വിഷയം ഒന്നും തുടങ്ങിയിട്ടില്ല, അങ്ങനെ ഇരിക്കണം എല്ലാവരും കേട്ടോ. എല്ലാം മനസ്സിലാക്കാനുള്ള എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ജുംല മുഴുത്തരുള്ള ഇടയ വിഷയങ്ങൾ കയറി പോകുമ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് ചർച്ച ചെയ്ത് പോവാ. കുഴപ്പമില്ല, അതൊക്കെ എല്ലാം പഠിക്കാനുള്ള വിഷയങ്ങൾ തന്നെയാണല്ലോ. ചെറുപ്പക്കാർ പിള്ളേരറിഞ്ഞ് പാട്ട് പാടുന്നത്, ഞാൻ പറഞ്ഞു യേശുദാസിനെ വിളിച്ചാൽ മതിയെന്ന്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ശ്രദ്ധിച്ച് അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മബ്റൂറായ ഹജ്ജ്, മഖബൂലായ ഹജ്ജ്. മഖബൂലും മബ്റൂറും ഹജ്ജ് വേണമെന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ മഖബൂലും മബ്റൂറും എവിടെയാ ഉള്ളത്? ഇത് മക്കയിലൊന്നും അല്ല ഉള്ളത്, ഇത് മദീനയിലും ഉള്ള കാര്യമല്ല. മഖബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഓർക്കണം സഹോദരങ്ങളെ, മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനമെടുക്കുന്നത്. അവന്റെ ഹജ്ജ് മഖബൂലാണോ അതല്ല മബ്റൂറാണോ, അവന്റെ ഉംറ മഖബൂലാണോ അതല്ല മബ്റൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്.
എന്താണ് മഖ്ബൂലിന്റെ അടയാളം? എന്താണ് മബ്റൂറിന്റെ അർത്ഥം? മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് പോകുന്നതിനാണ് മഖ്ബൂൽ എന്ന് പറയുക. ഇത് മക്ക കിട്ടുന്ന സാധനമാണോ? ഹലാലായ പൈസ, പലിശയും ആകാൻ പാടില്ല, പണയം വെച്ച പൈസയും ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുബ്ഹത്ത്, ഒരു അവ്യക്തതയും ഒരു ശുബ്ഹത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുദ്ധ ഹലാലായ പൈസ. ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ, ആ വാഹനത്തിൽ കയറുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, പാവങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക്, നാട്ടിലേക്ക് പുറപ്പെട്ടു വരികയാണ് റബ്ബേ. അല്ലാഹുവേ, അതിനുവേണ്ടി വാഹനത്തിൽ കാലെടുത്ത് വെച്ച ഈ പാവപ്പെട്ട ഭാവി റബ്ബേ, എന്റെ വിളിക്ക് നീ ഉത്തരം നൽകണേ അല്ലാ എന്ന് ഏതൊരു ഹാജി ഈ നാട്ടിൽ വെച്ച് വാഹനത്തിൽ കയറുമ്പോ തൽബിയത്ത് ചൊല്ലുമ്പോ അവന്റെ ഹജ്ജ് കബൂലായി എന്നതിന്റെ തെളിവ് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ, ലബ്ബൈക സഅദൈക ഹജ്ജുക മബ്റൂറുൻ വ മഖ്ബൂൽ. നിന്നെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ സമ്പത്ത് ഹലാൽ, നിന്റെ വരവ് ഹലാൽ. അതുകൊണ്ട് അല്ലാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്ന് മാലാഖമാര് വിളിച്ചു പറയുമത്രേ. ഔവ്യക്തത നിറഞ്ഞ സമ്പത്തുമായി, പലിശയുടെ അംശമുള്ള സമ്പത്തുമായി, ഹറാമിന്റെ അല്പമെങ്കിലും സമ്പത്തുമായി ഏതൊരാൾ ഹജ്ജിന് പോകുന്നുവോ അവൻ വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാ, ലാ ലബ്ബൈക വലാ സഅദൈക സാദുക ഹറാം വമത്അമുക ഹറാം വമശ്റബുക ഹറാം വമൽബസുക ഹറാം. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല, നിന്റെ വാക്ക് അല്ലാഹു സ്വീകരിക്കുകയില്ല, നിന്റെ യാത്രയെ അല്ലാഹു അംഗീകരിക്കുകയില്ല. കാരണം നിന്റെ സമ്പത്ത് ഹറാം, നിന്റെ വസ്ത്രം ഹറാം, നിന്റെ സമ്പാദ്യം ഹറാം. ഹജ്ജുക മർദൂദ്, നിന്റെ ഹജ്ജ് നിനക്ക് തിരിച്ചു തള്ളപ്പെട്ടിരിക്കുകയാണ്, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ആകാശത്തെ വിളിച്ചു പറയും, മഖ്ബൂലല്ലാത്ത ഹജ്ജ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് സൂക്ഷിച്ചിട്ട് ഹലാലായ സമ്പത്ത് കൊണ്ട് പോകണം. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന സഹോദര, നാട്ടിൽ വന്ന് 40 ദിവസം ദാടിയും വെച്ചുകൊണ്ട് നടക്കും, തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കും. 40ാമത്തെ ദിവസം കഴിയുമ്പോ പെതുക്കെ തൊപ്പി എടുത്ത് മാറ്റിയിട്ട് ലേസ് കെട്ടും. പിന്നെയും 10-20 ദിവസം കഴിയുമ്പോ ലേസ് എടുത്ത് മാറ്റിയിട്ട് ക്യാപ്പ് വയ്ക്കും. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോ ആ ക്യാപ്പും എടുത്ത് മാറ്റും. നീളം കൂടിയ താടി വെട്ടിക്കുറയ്ക്കും. പിന്നെ ഡ്രിമ്മ് ചെയ്യും. പിന്നെ ആ ഡ്രിമ്മിന്റെ എണ്ണം കുറയ്ക്കും. അവസാനം ഒരു 6 മാസം കഴിയുമ്പോ വടിച്ചു കളയും. കോയാക്കുട്ടി ഹാജിയാരെ, നിങ്ങളിപ്പോ വെറും ഒരു കോയമായി മാറിയല്ലോ. എല്ലാം വടിച്ച് ക്ലീൻ ചെയ്ത് ഹാജിയാരാ, ഹാജി ഹാജി വലിയ ഹാജി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? കബൂലല്ലാന്ന് അർത്ഥം, കബൂലായിട്ടില്ലാന്ന് അർത്ഥം. ഹജ്ജ് ചെയ്ത ഒരു സഹോദരൻ മടങ്ങി വന്ന് മരിക്കുന്നത് വരെ അല്ലാഹയെ ഭയന്ന് ജീവിക്കുന്നവനായി മാറിയാൽ, ഇസ്ലാമിന്റെ ശിയാറുകളോടുകൂടി അവൻ ജീവിച്ചാൽ അവന്റെ ഹജ്ജാണ് മബ്റൂറായ ഹജ്ജെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി മഖ്ബൂലും മബ്റൂറും എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. ഇതാണ് മഖ്ബൂലും മബ്റൂറും. ഇത് മക്കയിലും മദീനയിലും അവിടുത്തെ സൂക്കിലും അവിടുത്തെ ഇവിടെ കിട്ടുന്ന കാര്യമല്ല. നമ്മൾ വിചാരിക്കും മഖ്ബൂൽ സഫാടെ മോളിലും മബ്റൂർ മർവാട മോളിലും കിട്ടുന്ന സാധനമാണ്. അത് ഇനി മേടിച്ചുകൊണ്ട് വേണം ഇവിടെ വരാൻ. അത് 2 രൂപത്തിൽ അല്ലാഹു ആക്കി തന്നിരിക്കുക. ഒന്ന് ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഒന്ന് സംസം വെള്ളത്തിന്റെ രൂപത്തിലും. അപ്പൊ ഈ സംസം വെള്ളം ഈത്തപ്പഴം ഒരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ഓന്റെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി. ഇവിടെ വന്നിട്ട് ചീത്ത വിളിക്കുക, ഇവിടെ വന്നിട്ട് ആക്ഷേപം പറയുക, ഇവിടെ വന്നിട്ട് പരിഹസിക്കുക, ഇവിടെ വന്നിട്ട് മറ്റൊരാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുക, അവനെ വെറുപ്പോടെ കാണുക, അവനോട് നല്ല നിലയിൽ പെരുമാറാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജിയാവുകയില്ല. കേവലം അവൻ നാമധാരിയായ ഹാജി മാത്രമാ.
അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുകയാ 3 പേരാണ് ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത്. ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത് 3 പേരാണ്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 2 മലക്കുൽ മൗത്ത്, 3 പിശാചുൽ ലഈൻ. 3 പേരാ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. 3 പേര്. ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നുവോ അവർ പോയി ഹജ്ജ് ചെയ്തിട്ട് അല്ലാഹയെ പേടിച്ച് ഹലാലായ സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് അവർ മടങ്ങി വന്നിട്ട് മരിക്കുന്നത് വരെ അല്ലാഹയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഹാജി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ ഹാജിയെ വിളിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ ഹജ്ജ് കബൂലായി എന്നതാണ് അതിന്റെ തെളിവ്. രണ്ടാമതൊരു കൂട്ടർ ഹജ്ജിന് വേണ്ടി പോകും. ഹജ്ജിന് വേണ്ടി ഹലാലായ സമ്പാദ്യവുമായി പോയിട്ട് ആ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കും. അങ്ങോട്ട് പോയിട്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ വ്യക്തിയെ വിളിച്ചത് മലക്കുൽ മൗത്താണ്. അവിടെ പോയിട്ട് മരിച്ചാൽ ആരാ വിളിച്ച? മലക്കുൽ മൗത്ത് അസ്രായിൽ വിളിച്ചു. അവിടെ പോയി റൂഹ് പോയി. മൂന്നാമതൊരു കൂട്ടരെ വിളിക്കും ശൈത്താൻ, പിശാച് വിളിക്കും. ഈ കൂട്ടർ ഇവിടുന്ന് പോകുമ്പോഴേ ട്രാവൽസുകാരുമായിട്ട് പ്രശ്നം, വണ്ടി കേഴുമ്പം പ്രശ്നം, ചാപ്പാട് കുറവെന്ന പ്രശ്നം, ആഹാരത്തിൽ എന്തെങ്കിലും ന്യൂനത വന്ന പ്രശ്നം, റൂമിൽ എന്തെങ്കിലും കിടക്കയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന പ്രശ്നം, മക്കയെന്നോ മദീനയെന്നോ ആദരിക്കപ്പെട്ട സ്ഥലമെന്നോ നോക്കാതെ അവിടെ പ്രശ്നത്തോടെ ബഹളമുണ്ടാക്കിയ ഈ ഹാജിയാർ തൊപ്പിയും താടിയും വെച്ച് ഈ നാട്ടുകാർക്ക് വന്നിട്ട് ഇവിടെ വരട്ടെ, 2 ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അസീസിയായി കൊണ്ടിട്ടതാ, ഇങ്ങോട്ട് വരട്ടെ അവന് ഞാൻ കൊടുക്കാമെന്ന് അവിടെ വെച്ച് കില്ല പിടിച്ച് പ്രതിജ്ഞയെടുക്കും. അയാൾ ഇങ്ങ് വന്നിട്ട് ട്രാവൽസുകാരുമായി ദ്വന്ദ്വയുദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ പേരും ഹാജിയാണ്. ഓർത്തുകൊള്ളുക, ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ശൈത്താനാണ്. ശൈത്താൻ കൊണ്ടുവരെ പ്രശ്നം ഉണ്ടാകുള്ളൂ. അവിടം വരെ പോയി അങ്ങോട്ടും പ്രശ്നം ഇങ്ങോട്ടും പ്രശ്നം, അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം, തിരിച്ചു വന്നാലും പ്രശ്നം. തിരിച്ചു വരുമ്പോൾ എല്ലാ അവസ്ഥകളും മാറ്റി പഴയ അവസ്ഥയിൽ പോയ ആരാത്? ശൈത്താൻ. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. മബ്റൂറായതെന്ന് പറഞ്ഞാൽ അതാ. അപ്പൊ മനസ്സിലായോ? അപ്പൊ മഖ്ബൂലും മബ്റൂർ മനസ്സിലായോ? ഇതാണ് സമ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുആ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട സഹാബി നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ കസ്ബി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ശ്രേഷ്ഠമായ കച്ചവടം ഏതെന്നറിയിച്ചു തരുമോ നബിയേ? قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, അമലുർ റജുലി ബിയദൈ വകുല്ലു ബൈഇൻ മബ്റൂർ. ഹലാലായ പൈസ കൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യവും ഒരു സഹോദരന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനവുമാണ് യഥാർത്ഥ കച്ചവടമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ കൊള്ള പലിശ, ചുമ്മാ ലോട്ടറി എടുത്ത് കിട്ടുന്ന കാശ്, ആരാനെ പറ്റിച്ച് കിട്ടുന്ന പൈസ, ഇൻഷുറൻസിലൂടെ കിട്ടുന്ന കാശ്, 10,000 അടയ്ക്കുമ്പോൾ 10 ലക്ഷം കിട്ടുന്നു. എന്ത് ന്യായം? മോള് പ്രസവിക്കുമ്പോൾ ലേബർ റൂമിൽ വെച്ച് നോക്കും, പെണ്ണാന്നോ, ഇടാ ഇൻഷുറൻസ് വാ ഇങ്ങോട്ട്, എന്നാ എന്റെ മോടെ പേർക്ക് ഒരു 5,000 കിടക്കട്ടെ. 18ാമത്തെ വയസ്സാകുമ്പോൾ 5.5 ലക്ഷം 6 ലക്ഷം അതെടുത്ത് ഒരുത്തന്റെ തലമണ്ടയ്ക്ക് വെച്ചു കൊടുക്കും. എന്നാ എന്റെ മോക്ക് വേണ്ടി 6 ലക്ഷം. ഈ ഹറാമ് തിന്നതിന് ഇവന് കൂലി, മേടിച്ചതിനും കൂലി, ഈ കൊടുക്കുന്ന പാവം പിടിച്ച ഇവൻ വന്ന് ചെറുക്കം വന്ന് ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ടു പോകുന്നതിനും കൂലി, എല്ലാത്തിനും കൂലി. ഇടിയോടെ ഇടി, ഒരു സുഖവും കാണൂല ഇടിക്കും. എങ്ങനെ ജായിസാവും? അപ്പ 5,000 രൂപ കൊടുത്തിട്ട് 5 ലക്ഷം വാങ്ങാന്ന് പറഞ്ഞാൽ എന്നെ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കുഴപ്പമൊന്നുമില്ല, ജായിസാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമ്പാദ്യത്തിന് ഒരു ഹലാലായ ഒരു അതിന് ഇൻട്രസ്റ്റ് എന്ന് നാട്ടുകാർ പേര് വെച്ചാലും അത് നമ്മൾ ഇവർ കച്ചവടം ചെയ്യുക. കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഹിതം നമുക്കറിയാം. വിഹിതം ഈ കച്ചവടം ഇത് എവിടെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ടുപോയി. ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, പോട്ടെ. ഇന്നലെ ആൾക്കാർ പറഞ്ഞിട്ട് റമദാൻ്റെ ഒന്നും പറഞ്ഞില്ല. അത് റമദാനാ ഇതൊക്കെ, പിന്നെ എല്ലാവരും വേറെ എന്ത്, ചുമ്മാ പോയി നോമ്പ് പിടിച്ചിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് ഏമ്പക്കം പിടിച്ചിട്ട് വന്ന നോമ്പ് ശരിയാവും? ഈ റമദാൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എല്ലാവരും ഇരിക്കുന്നത് റമദാനും ചുമ്മാ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് റമദാന്റെ നോമ്പ് ശരിയാവാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അള്ളാഹ് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പാവ ഉമ്മത്തിനത് മനസ്സിലാവുന്നില്ല. അള്ളാഹ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള വിഷയമായി പറയുന്നത്. ചുമ്മാ വാള് കേട്ടിട്ട് ചുമ്മാ കുറെ പാട്ടും പാട്ട് എഴുന്നേറ്റ് പോയ എന്താ 2 ദിവസം ഒന്ന് പ്രസംഗിച്ചത്? എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഇന്നലെ പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചേർത്തോ? ചേർത്ത ഒരാളൊന്ന് കൈവെക്കും, ഒരു ദ്വാരക്കട്ടെ.
ആരെങ്കിലും ഒരാൾ ചേർത്തൊരാൾ കൈ പേടിയാക്കണ്ട, എന്താ? ആരെങ്കിലും ഉള്ള സലാം പറഞ്ഞോ പോയി ആരോടെങ്കിലും സ്വർഗത്തിൽ പോകണം താല്പര്യം ഇല്ലായിരിക്കും അല്ലേ? നല്ലൊരു സഹോദരൻ പറഞ്ഞു 50% എതിർത്ത് ഭിന്നിച്ചിരിക്കുകയാണെന്ന്. എങ്ങനെ സ്വർഗത്തിൽ പോകും? സലാം പറയണ്ടേ പോയി? ഒരു സലാമെങ്കിലും ചൊല്ലി നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിലനിർത്തണമേ എന്ന് നബി തങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ പൈസ ഒന്നും കൊടുത്തില്ല കുഴപ്പമില്ല, ഒരു സലാമെങ്കിലും പറ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ? അപ്പൊ കുടുംബം എന്താ ആരെയും മുറിച്ചിട്ടില്ല എന്നർത്ഥം ഇല്ലേ? കുടുംബം എന്താ മുറിക്കാത്തൊരു കൈയൊന്ന് പൊക്കെന്ന് പറഞ്ഞാൽ പൊക്കുവോ? എന്തിനാവസ്ഥ അത് ഈ പരീക്ഷണം ഞങ്ങളോട് നടത്തുന്നത്? നന്നാവാൻ വേണ്ടിട്ട്, രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലേ ഈ ചോദിക്കുന്നത്, അല്ല മറ്റൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. വയസ്സായി മരിക്കാറായി, ഇനിയെങ്കിലും സംസാരിക്കാതെ മിണ്ടാതെ കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ? ഇത് ഒരു ഹദീസ് ഞാൻ ഓർമ്മ. പക്ഷെ ചിലർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് നമ്മൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാലേ അവന്റെ പ്രതികരണം എന്തായിരിക്കും, അങ്ങനെ ഒരു ചെറിയ ഒരു കോംപ്ലക്സ് ഉള്ളവരുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് സലാം പറഞ്ഞ് ആഗ്രഹിച്ച്, പക്ഷെ അങ്ങോട്ട് പോയ അവന്റെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ അങ്ങോട്ട് സലാം പറയാൻ പോകുമ്പോൾ അവന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ. ചിലപ്പോൾ എന്തെങ്കിലും ഒരെണ്ണിട്ട് വീക്കിയാലോ. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി നബി തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ദബി അർഹാം, എനിക്ക് കുറെ സ്വന്തക്കാരുണ്ട് നബിയേ, കുറെ ബന്ധുജനങ്ങളുണ്ട് നബിയേ, അസിലു, ഞാൻ അവരുമായി ചേർന്ന് താമസിക്കുന്നു നബിയേ, അവർ എന്നെ മുറിച്ചു മാറ്റുന്നു യാ റസൂലല്ലാഹ്, അവർ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി കൊടുക്കുന്നു നബിയേ, അവരെന്നോട് അക്രമം കാണിക്കുന്നു യാ റസൂലല്ലാഹ്, ഞാൻ അവരോട് ഉപകാരം ചെയ്ത് അടുക്കുന്നു നബിയേ, അവരെന്നോട് അതിക്രമം പ്രവർത്തിക്കുന്നു, എന്നോട് അപമര്യാദയായി പെരുമാറുന്നു നബിയേ, അതുകൊണ്ട് ഞാനും അവരുമായി പരിപൂർണമായി ബന്ധം വിച്ഛേദിച്ച് ജീവിക്കട്ടെ യാ റസൂലല്ലാഹ്. നമ്മുടെ സംശയം, ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നു, ഞാൻ സലാം പറയുന്നു, ഞാൻ പോയി ബന്ധപ്പെടാൻ നോക്കുന്നു, പക്ഷെ ഇവർക്കത് ഇഷ്ടമല്ല. ഇവരിതെല്ലാം എന്നെ കാണുമ്പോൾ മുതുകു തിരിഞ്ഞു പോകുന്നു, ഇവരുടെ മുഖത്ത് എന്നൊക്കെ കയർത്ത് സംസാരിക്കുന്നു, എന്നോട് ദേഷ്യ സ്വഭാവത്തോട് സംസാരിക്കുന്നു, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പ്രവർത്തിക്കട്ടെ നബിയെ, അവരുമായിട്ട് ഞാനും അങ്ങനെ പ്രവർത്തിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, നീ അങ്ങനെ പ്രവർത്തിക്കരുത്, അവരങ്ങനെ ചെയ്തോട്ടെ, നീ അതങ്ങോട്ട് വിട്ടുകള, നീ അതൊട്ട് വലിയ കാര്യാക്കണ്ട. അവരോട് നല്ല നിലയിൽ പ്രവർത്തിക്കണം, അവരോട് ഔദാര്യത കാണിക്കണം, അവരോട് മാന്യത കാണിക്കണം. അങ്ങനെ നീ കാണിച്ചാൽ നീ അങ്ങോട്ട് പോയി നിന്റെ കുടുംബ ബന്ധത്തോട് ചേർന്ന് സഹവസിക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല നിനക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിനക്ക് അല്ലാഹ് സഹായം ചെയ്യും, അതാണോ നിനക്ക് വേണ്ടത്? അതല്ല നരകമാണോ വേണ്ടത്? അത് നിങ്ങൾ തെരഞ്ഞെടുത്തോളൂ. ഇനി നിങ്ങൾ സലാം പറഞ്ഞാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. പറയേണ്ട ബാധ്യത എനിക്കുള്ളതാണ്, ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. അതല്ലാതെ ഒരു ഉസ്താദിൽ പെണ്ണ് കെട്ടിക്കുന്ന പോലെ രണ്ടുപേരുടെയും കൈക്ക് പിടിച്ചു സൗബിജു കാൻകത്തുക്കാൻ ഇനി പറയാൻ പറ്റുമോ? വേണമെങ്കിൽ പോയി ചൊല്ല്, സ്വർഗത്തിൽ പോകണമെങ്കിൽ. എൻ്റെ വിഷയത്തിലേക്ക് വാ, എല്ലാം നമ്മുടെ വിഷയം തന്നെയാണ്. ഇങ്ങനെ തക്കുവായിൽ കിടക്കുന്നേ ഉള്ളൂ. നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ തീർക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ എന്ത് കച്ചവടമാണ് നല്ലത്? അമലു റജുലി ബിയദിഹി, അവന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി. വകുല്ലു ബൈഇൻ മബ്റൂർ, എല്ലാ ഹലാലായ കച്ചവടം. അപ്പോ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യരുത് എന്നർത്ഥം. അപ്പൊ അതിനകത്ത് എന്ത് പറ്റിപ്പോയി? മബ്റൂർ അല്ല, പലിശയായി പോയില്ലേ? 10,000 രൂപയ്ക്ക് നമ്മൾ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അടയ്ക്കുമ്പോൾ അത് കൂടുതൽ അടയ്ക്കണ്ടേ? അപ്പൊ അത് പലിശയായി പോയില്ലേ? പോലെ നബി തങ്ങൾ പറയുകയാ, ഫൈനർ റജുലൽ മുഅ്മിന ലയഖ്തരിഫുൽ ലുഖ്മത മിനൽ ഹറാമി ഇലാ ഫീഹി
ലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ. ഒരു മുഅ്മിനായ സഹോദരൻ ഹറാം കലർന്ന സമ്പാദ്യം അവന്റെ വായിലേക്ക് ഉയർത്തി അവൻ ഭക്ഷിച്ചാൽ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 യൗമാ. 40 ദിവസത്തോളം അവന്റെ ദുആകളോ അവന്റെ ആരാധനാ കർമ്മങ്ങളോ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അങ്ങനെ ദുആ ചെയ്താൽ സ്വീകരിക്കും? പിന്നെ അങ്ങനെ എന്നിട്ട് അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദുആ ചെയ്ത ആ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഹറാം. ഹറാം. മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. ഒരു പാവപ്പെട്ട ഒരുവൻ അഴുക്ക് പിടിച്ച വസ്ത്രവും അഴുക്ക് പിടിച്ച ശരീരവുമായി മുടിപടലങ്ങളെല്ലാം വികൃത കോലത്തോട് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു, യാ റബ്ബ് യാ റബ്ബ്, ഓ രക്ഷിതാവേ ഓ രക്ഷിതാവേ എന്ന് വിളിച്ചു പറയുമ്പോ ഈ അടിമയെ നോക്കിയിട്ട് അള്ളാഹു പറയുകയാ, ഏ അടിമേ, നീ കഴിച്ച ഭക്ഷണം ഹറാമാ, നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാമാ, നീ കുടിച്ച വെള്ളം ഹറാമാ, നീ പിന്നെ എന്റെ ദർബാറിലേക്ക് നോക്കിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചാൽ ഫഅന്നാ യുസ്തജാബു ലക, നിനക്ക് എങ്ങനെയാണ് ഞാൻ മറുപടി നൽകുക? അതാണ് ദുആ ചെയ്തിട്ട് മറുപടി കിട്ടാത്തത്. അതല്ലാതെ ദുആ ഇരുന്ന അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. മൻ ഫുതിഹ ലഹു ബാബു ദുആഇ മിൻകും ഫുതിഹത് ലഹു അബ്വാബുൽ ഇജാബ കമാ ഖാല റസൂലുള്ളാഹി. ആരെങ്കിലും ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ ഉത്തരത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുആയുടെ വാതിൽ തുറന്നാൽ അല്ലാഹു ഇജാബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. ദുആ ഇരുന്നാൽ സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, എന്തോ അകത്ത് കട്ട് കിടപ്പുണ്ട്. കട്ട്, കോഴി ഇറച്ചി, കോഴിയെ കണ്ടിക്കുമ്പോൾ ഒരു കട്ടെന്ന് പറയില്ല, ഒരു കറുത്തൊരു സാധനം, അത് കയ്പുള്ള സാധനം, അതെടുത്ത് കളഞ്ഞ് നമ്മൾ എങ്ങനെയാണ് കോഴി ഇറച്ചി ശുദ്ധീകരിച്ചെടുക്കുന്നത് അതേപോലെ എന്തോ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ദുആ സ്വീകരിക്കാത്തത്. നബി തങ്ങൾ പറഞ്ഞു, ലാ തഅജിസു ഫി ദുആഇ മിൻകും, നിങ്ങളിൽപ്പെട്ട ആരും ദുആയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. ഫഇന്നഹു ലൻ യഹ്ലിക അഹദുൻ മഅ ദുആ. ദുആ ചെയ്ത് ആരും നശിച്ച ചരിത്രമില്ല, ദുആ ചെയ്ത് സ്വീകരിക്കപ്പെടാത്ത സംഭവമില്ല. അതുകൊണ്ട് ദുആ ചെയ്തോ, ദുആയിൽ നിന്ന് നിരാശരാകരുത്. വിധങ്ങൾ നമ്മളെ പഠിപ്പിച്ചതിനെ മനസ്സിലാക്കണം. നമ്മൾ ഈ ചെയ്തിട്ട് സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താ? എന്തോ നമ്മുടെ പ്രശ്നമാണ്. അതിന് അള്ളാഹും റസൂലും കുറ്റം പറയരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് മാറ്റി ഒരു നിയത്തെട്, അള്ളാഹു ഇനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ ഞാൻ തീർത്തേക്കാം, പണയം വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാനങ്ങ് വിറ്റേക്കാം, വിറ്റിട്ട് പുതിയ വാങ്ങിച്ചൂടെ? ഇതിപ്പോ 2000 രൂപ കൊണ്ട് അടച്ചിട്ട് 6000 രൂപയ്ക്ക് തിരിച്ചെടുക്കുന്നത്, ആ സമയം കൊണ്ട് പുതിയൊരു സ്വർണ്ണം വാങ്ങിക്കൂടെ? ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ പ്രശ്നം. ഈ പറയുന്ന പോലെ LIC പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്ന് നിയത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് പറ. ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല. നമുക്കൊരു പ്രശ്നവുമില്ല, പറയേണ്ടത് പറയാം. നമ്മൾ നമ്മുടെ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ആഖിറത്തിൽ ചെല്ലുമ്പോൾ കെട്ടിയോനും കാണൂല, കെട്ടിയോളും കാണൂല, അയൽവക്കക്കാരനും കാണൂല, ഇൻഷുറൻസ് കമ്പനിക്കാരനും കാണൂല, നാട്ടുകാരനും കാണൂല, വീട്ടുകാരനും കാണൂല, ഉസ്താദും കാണൂല, മോദീനും കാണൂല, മൊല്ലക്കായും കാണൂല, കാക്കായും കാണൂല, ആരും കാണൂല. ولا يزر وازرة وزر أخرى. ഒരാളുടെ ചുമട് മറ്റൊരാൾ എടുക്കുകയില്ല. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن. തന്റെ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ ഓടുന്ന ദിവസം, തന്റെ സഹോദരനിൽ നിന്ന് സഹോദരി ഓടുന്ന ദിവസം, അയൽവക്കക്കാരിൽ നിന്ന് അയൽവക്കക്കാരൻ ഓടുന്ന ദിവസം, സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികരിൽ നിന്നും അവരെല്ലാം നെട്ടോട്ടം ഓടുന്ന ദിവസം, ഓരോരുത്തർക്കും അവരുടേതായ കാര്യം മാത്രമാണ്. മറ്റൊരാളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനോ അവരുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാനോ ആരെ കൊണ്ടും നാളെ ആഖിറത്തിൽ കഴിയില്ല. يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته
وأخيه وفصيلته التي تؤويه ومن في الأرض يومئذ